ഓണം നമ്മൾക്ക് സെയിന്റ് സെബാസ്റ്റ്യൻസ് LPS അടിച്ചു പൊളിക്കാം. പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, ഓണസദ്യയും പായസവും ഉണ്ട്. ഇന്ന് നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ ഓണത്തിന് പിന്നിലുള്ള ഐതിഹ്യം എന്താണെന്ന് മനസ്സിലാക്കുന്നതുമായിരിക്കും. ഓണത്തിന് പിന്നിലുള്ള കഥ എന്താണെന്ന് അറിയണ്ടേ? അറിയണോ? മാവേലിയിലേക്ക് കഥല്ലേ? പണ്ട് കേരളം ഭരിച്ചിരുന്ന അസുര ചക്രവർത്തിയായിരുന്നു മഹാബലി. മഹാബലിയുടെ ഭരണകാലത്ത് നാട്ടിലെയും സമൃദ്ധിയും ഐശ്വര്യവും സമാധാനവും നിറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭരണത്തിൽ പ്രജകളെല്ലാം വളരെ സംതൃപ്തരായിരുന്നു. ഇത് കണ്ട് ദേവന്മാർക്ക് മഹാബലിയോട് അസൂയ തോന്നി. ദേവന്മാർ മഹാവിഷ്ണുവിനോട് സങ്കടമുണർത്തിച്ചു. മഹാവിഷ്ണു വാമനന്റെ രൂപത്തിൽ ഭൂമിയിൽ അവതരിച്ചു. വാമന രൂപത്തിലുള്ള മഹാവിഷ്ണു മഹാബലിയെ ചെയ്തുകൊണ്ട് തനിക്ക് തപസ് ചെയ്യാൻ 3 അടിസ്ഥലം വേണമെന്ന് അപേക്ഷിച്ചു. മഹാബലി ഉടനെ സ്ഥലം അളന്നെടുത്തുകൊള്ളാൻ പറഞ്ഞു. 1-ാമത്തെ അടി കൊണ്ട് സ്വർഗവും 2-ാമത്തെ അടി കൊണ്ട് ഭൂമിയും വാമനൻ അളന്നെടുത്തു. 3-ാമത്തെ അടി വയ്ക്കാൻ സ്ഥലം അന്വേഷിച്ച വാമനന് മഹാബലി തന്റെ ശിരസ് കാണിച്ചു കൊടുത്തു. അങ്ങനെ വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി. പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുന്നതിന് മുമ്പ് മഹാവിഷ്ണു മഹാബലിക്ക് ഒരു വരം കൊടുത്തു. ആണ്ടിലൊരിക്കൽ തന്റെ പ്രജകളെ കാണാൻ വരാൻ മഹാബലിക്ക് അനുവാദം കൊടുത്തു. അങ്ങനെ മഹാബലി തന്റെ പ്രജകളെ കാണാൻ വരുന്ന ദിവസമാണ് നമ്മൾ ഓണമായി ആഘോഷിക്കുന്നത്. Mood, on a mood, mood,